മക്കളെ ഇനി വാ അമ്മാമ്മ പോണു. വൈകുന്നേരം മക്കൾ വരുമ്പോ അമ്മാമ്മ ഇല്ല കേട്ടോ. ഓ ടാറ്റ. നിങ്ങൾ ഇന്ന് പോണാ? ഇന്ന് പോണാ? പോണം. എപ്പോ പോണാ? ഇപ്പൊ പോവോ? നിങ്ങളെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങളിവിടെ നിക്കൂലല്ലേ? ഞാൻ പറയണ ഒന്നും നീ കേൾക്കൂല. നീ എന്റെ കൂടെ ചീറി കടിക്കും. പിന്നെ ചമ്പലില്ലാതെ ഞാൻ അങ്ങനെ രാത്രി കുറ്റിയിട്ടത് അങ്ങോട്ട് വരണില്ല. നിങ്ങൾ ഭയങ്കര ദേഷ്യം അവരിങ്ങോട്ട് ഇനി വരണില്ലാന്ന്. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ എന്തൊരു വന്നാലും നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇരിക്കണത്. നിങ്ങൾക്ക് എന്റെ കൂടെ ഉദ്ദേശിച്ച് നിങ്ങളാലും നമ്മളുടെ ഉടക്കും. ആ പെണ്ണ് പറയണേ ഞാൻ കേൾക്കുള്ളൂ. നിങ്ങൾ പറയണേന്ന് ഞാൻ കേൾക്കൂല. ആ പെണ്ണ് ഞാൻ പെണ്ണ് എന്റെ മോളാണ്. നിങ്ങളെ മോളാ? എന്റെ മോള് തന്നെ. അവള് പറയണത് ഞാൻ കേൾക്കുള്ളൂ. നിങ്ങൾ ഒന്ന് ചോദിക്കേ. എന്റെ ഒന്നും ചോദിക്കുകയും ചെയ്യല്, പറയുകയും ചെയ്യല്, മിണ്ടുകയും ചെയ്യല്. അവള് എന്റെ മോളാണ്. അവരവരുടെ ഞാൻ കൂട്ടുള്ളു. നിനക്കുള്ളതല്ല എന്റെ മോള്. നിങ്ങളെ മോളല്ല. നിനക്ക് നിന്റെ മോനേ ഉള്ളു. എനിക്ക് എന്റെ മോനെ കൂടെ കൂട്ടിരിക്കണ അവന്റെ മുഖത്തന്നെ കാണാ. ഭയങ്കര രഞ്ജനിക്കല്ലേ. ആഹാരം തരാൻ മാത്രം നിനക്ക് നല്ല. അത് കഴിയുമ്പോ എന്നെ പട്ടിയെ പോലെയാണ് നീ കണക്ക്. ഞാൻ പട്ടിയെ പോലെയൊന്നും കണക്കാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ കണക്കാക്കിയില്ല. ചാച്ചി എന്നെ വിളിക്കും ഈച്ച. എന്തെങ്കിലും പറയുമ്പോ നീ ചീറിക്കടിക്കുന്ന എന്തിനാണ്? എനിക്ക് അതാണ് വിഷമം. ചീരിക്കടിക്കും വായിൽ വരുന്നതാണ് നമ്മൾ പറയുന്നത്. രാത്രി ചാച്ചി തരുവോ? രാത്രി ചാച്ചി തരുവോ? അമ്മ പാത്രം കഴിച്ചാൽ അത് എപ്പോഴായാലും കഴിവണ്ടേ? ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിവണ്ടേ? ഞാൻ ഉള്ളപ്പോ ഞാൻ കഴിവൂന്ന് ഞാൻ ഇല്ലാത്തപ്പോ നിങ്ങൾ അതുപോലെ വാശി കാണിക്കാൻ നടക്കണ കാര്യമാണോ? പിന്നെ ഞാൻ പോന്നു. നിങ്ങൾ ഞാൻ നിക്കും പോലെ എല്ലാരും നിക്കണോന്ന് എടുത്ത് എഴുതുമ്പം ചാറ്റ് ചെയ്യുമ്പോ ഞാൻ ചെന്ന് ക്ലാസ് പിള്ളേര് വർത്തപ്പോ നിങ്ങള് ഇന്ന് പോണ്ട. ഞാനേ എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പല കാര്യങ്ങളും ഉണ്ട്. മരുന്നൊക്കെ വാങ്ങിക്കാൻ പോണം. ഇവിടെ നിന്ന് അവളെ എപ്പോഴും കൊണ്ടുപോകാൻ നമുക്ക് സമയം കിട്ടണില്ല. ആശുപത്രി പോണേനാണ് ഇവിടെ വരണത്. അവളല്ലേ എന്നെ കൊണ്ടുപോകണത്. അതുകൊണ്ട് ഇപ്പൊ മരുന്ന് മാറ്റമൊക്കെ തീർന്നപ്പം കൊണ്ടുപോകാൻ അവൾക്ക് സമയമില്ല. ഇവിടെ നിക്കേ പോയിട്ട് വരാം. പോയിട്ട് എപ്പോ മരുന്നാ? അത് അങ്ങോട്ട് ചെന്നിട്ട് പറയാം. നിങ്ങളിന്ന് പോണ്ട. നിങ്ങൾ ഇവിടെ നിക്കേ. പോയേ പറ്റെങ്കിൽ മരുന്നൊക്കെ വാങ്ങിക്കണമല്ലോ. ഞാൻ ഒന്നും പറയില്ല. പേടില്ല. നിങ്ങൾ പോണ്ട. പറയില്ലെങ്കിൽ ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയില്ല. പിന്നെ അങ്ങ് പൊക്കോളി. പോയി ഇറങ്ങമ്മ. തുണിയൊക്കെ ഇട്ട് ഇറങ്ങ. ആ ഇതിന് കളറ് സാരി വേണോ അല്ലേ? ഞാൻ എടുത്ത് തരാം. അവരോട് പോണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കേക്കല്ല. അവർക്ക് പോണോ അമ്മാമ? അവർക്ക് അവിടെ പോയിട്ട് അവിടെ അവർക്ക് മലമറിക്കാനുള്ള ജോലി ഉണ്ടെന്ന്. അപ്പൊ പിന്നെ പോട്ട്. അവരിന്ന് പോണോന്ന്. അവർക്കിന്ന് പോണോന്ന്. 2 ദിവസവും കൂടെ ആവണേ.
അമ്മ 2 ദിവസവും കൂടെ ആവണ്ടേന്നാണ് ചോദിക്കണ. 2 ദിവസം കൂടെ ആവണം. അത് അമ്മ ചെന്നിട്ട് വരും. അവരങ്ങ് പോയിട്ട് വരുമെന്ന്. എന്നെ അവരോട് പറയാ പോണ്ടെന്ന് പറ. പോണെന്തിനി? നിങ്ങൾ അവര് വരുമ്പോ അവരേത് ഇറങ്ങി പോവാൻ പറയും. അവര് പോകുമ്പോ പറയും നിക്കാൻ പറയും. നിങ്ങൾക്ക് എന്തമ്മ? അവരോട് ഞാൻ കൂടെ അമ്മ നിങ്ങൾ തിന്ന പാത്രമല്ലേ തേച്ചിടുവാൻ പറഞ്ഞോളൂ. ആണാ തന്നെ? അല്ലാതെ നമ്മൾ തിന്ന പാത്രമല്ലല്ല, നിങ്ങൾ കഴിച്ച പാത്രമല്ലേ തേച്ചിടുവാൻ പറഞ്ഞ. അതിന് നിങ്ങൾ ഈ കിടന്ന് ബോളുണ്ടാക്കണം എന്തിന്? കാലത്തല്ലേ ചാമ്പലിട്ടു. ചാമ്പല് കിട്ടണ്ടല്ലോ, സോപ്പ് ഉണ്ടല്ലോ. സോപ്പ് കൊണ്ട് തേച്ചേ? ഓ സോപ്പ് കൊണ്ട് നിങ്ങൾ ഈ ചാമ്പലില് തേച്ചിടുകൂടെന്ന് വാശി കാണിച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോപ്പിട്ട് തേച്ചിടുവല്ല. അയ്യോ ഞാൻ സോപ്പിട്ട് തേച്ചി 20 തേച്ചിട്ടില്ല. തേച്ചിട്ട് ഒരു സോപ്പ് ഒരു പാത്രം തേച്ചി. അതിനാണ് പോണെങ്കിൽ നിങ്ങൾ പോണ്ട. അതുകൊണ്ടാണ് പോണത്. നിങ്ങൾ അവരിൽ ഇന്നലെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞുകൊണ്ടാണ് അവരൊന്ന് പോണേന്ന്. അതുകൊണ്ടാണ് പോണത്. അത് കഴിച്ചിട്ട് പാത്രം കഴുകി തേച്ച് കഴിയുമെന്ന് പറയുമ്പോ തിരുത്തി എന്നെ പിന്നെ എന്തൊക്കെ പറയണമെന്ന് ഏതൊക്കെ പറയണമെന്ന് എനിക്ക് എന്നെ അറിഞ്ഞില്ല. തന്നെ അമ്മ? സോപ്പ് അല്ല പറഞ്ഞ ഉള്ളത് തന്നെ. ആ സമ്മതിക്കണാണ്ടില്ലേ ഞാൻ എല്ലാം പറഞ്ഞെന്ന്. അമ്മ നിങ്ങളെ പ്രായം കൂടുതലല്ലേ അമ്മ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാ? നിങ്ങളെ കാട്ടി ഇപ്പൊ നിങ്ങൾ ഈ ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ ഒന്നും പറയാത്ത എന്നെക്കാട്ടിയും പ്രായം കൂടുതൽ നിങ്ങളായോണ്ട്. അപ്പൊ നിങ്ങളെക്കാട്ടിയും പ്രായം കൂടുതലല്ലേ അവരപ്പൊ അവർക്ക് ബഹുമാനം കൊടുക്കണ്ടേ അമ്മ? കൊടുക്കണ്ടേ? ഈ ഞാൻ ഇവിടെ ആശുപത്രിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ പറഞ്ഞാണൊക്കെ എവരിവിടെ ഉണ്ടെങ്കിലല്ലേ ആഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ആളുള്ളൂ. നിങ്ങൾ ഈ വരുമ്പോ ഇങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യും? അവരല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരൂ. ഓരോ തവണ വരുമ്പോഴും ഇറങ്ങിപ്പോവാൻ പറയും. എന്തിനമ്മ നിങ്ങള്? ഇനി പറയില്ല, പോട്ടെ. ഇനി പോവാൻ ഇനി പറയില്ല, ഇനി പറയില്ല എന്നും ഒരു ദിവസം പറയില്ല. ഈ പറഞ്ഞ ഞാൻ കക്കയിരുന്ന് എന്തൊരു പറഞ്ഞ അവര് പോണെന്ന്. ഇന്ന് പോണം. ഇന്ന് എങ്ങനെ പോവും? 2 കാലുണ്ട്. നടന്ന് 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 ഇങ്ങനെ അമ്മ ഒന്നും കൂടെ നടന്ന് കാണിച്ചോട്. ശോഭനക്ക് കാണിച്ചോടമ്മ എങ്ങനെ നടക്കണേന്ന്. അമ്മ കാണിച്ചോടമ്മ. നീ കാണണ്ടേ? ഞാൻ ഇങ്ങനെ നടക്കരുത്, നീ കാണില്ലേ? പോട്ടെ, അവരെ ഞാനേ തുണിയൊക്കെ എടുത്ത് ഇറക്കട്ടെ കേട്ടാ. 2 തേങ്ങ അരച്ചു വിടുന്നു. എന്തൊരു 2 തേങ്ങ വെച്ചു വിടും. തേങ്ങ പൊതിച്ചു കൊടുക്കാനാ? അതൊക്കെ പറ്റുമോ? അതിനൊക്കെ കുഴപ്പമുണ്ടോ? കൊടുക്കട്ടാ? സന്തോഷം. അവര് തേങ്ങ ഇല്ലെന്ന് പറയുകയും ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് തേങ്ങ അടത്തപ്പോഴത്തേക്കും തേങ്ങ വളരെ കുറവ്. ഒരു 10-20 തേങ്ങയ്ക്കകത്തേ ഉള്ളൂ. എല്ലാ തെങ്കിലും കയറ്റിയില്ല. ഞാൻ ഓണത്തിന് അടപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. തേങ്ങ കുറവായതുകൊണ്ട് അമ്മ എന്നാ പറഞ്ഞ് തേങ്ങ വേണ്ട എന്ന് പറഞ്ഞു. ഈ ശോഭന പറഞ്ഞ സ്ഥിതിക്ക് 2 തേങ്ങ പൊതിച്ചു കൊടുക്കാം. 2 തേങ്ങ വെച്ചു കൊടുക്കും. മഴ പെയ്യണമ്മ. മഴ ഓടീനെ എങ്ങനെ കൊണ്ടുപോവും മല്ലയ്യ? സ്കൂട്ടിയുടെ താക്കോൽ എവിടെ? ബാ തേങ്ങ കുറച്ചേ ഉള്ളൂ. ഒഴിച്ചു കൊടു. എത്ര എണ്ണം കൊടുക്കണം? 5 എണ്ണം കൊടു. 5 എണ്ണം ആ വണ്ടിയിൽ വെച്ചോണ്ട് പോകാൻ പറ്റൂലമ്മ. അല്ല, അതിനകത്ത് ഞാൻ വണ്ടിക്കകത്ത് മഴയാണ്ട് വെളിയിൽ വെക്കാനും പറ്റൂല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോഴേ ബാക്കി പരിക്കും. ഇപ്പൊ 2-3 തേങ്ങ പൂച്ച് കൊടുക്കാം. 5 തേങ്ങ കൊടുക്കാം അല്ലേ? എന്നാലും ഇത് ഫോണ് അല്ല, ഇപ്പൊ 3 തേങ്ങ പൊതിക്കാം. ശോഭൻ 5 തേങ്ങയാണ്
അമ്മ പോണ സന്തോഷം കണ്ട, ചിരിയിലുണ്ട് സന്തോഷം. പോണ് അവര് ഇന്ന് തന്നെ പോണം. സന്തോഷം ഉണ്ടാ അമ്മ? അവർക്ക് ഇന്ന് തന്നെ പോണം. നിങ്ങക്ക് സന്തോഷം ഉണ്ടാ? എനിക്ക് സന്തോഷമൊന്നുമില്ല. കരച്ചില്. കരച്ചിലാ? എന്നിട്ട് മുഖത്ത് കരച്ചില? മുഖത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളില് കരയന്നെ. സംഭവം ഇവര് വന്ന് തോടനെ പോണാ. നിങ്ങൾ ഇന്നലെ ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് അവര് ഇറങ്ങിയ പോവാ പറഞ്ഞ. ഓ ആരി നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളെ വീടാണെന്ന്? നിങ്ങളല്ലേ അവരെ വീട്ടിൽ പോവാൻ പറഞ്ഞില്ലേ? അവര് വീട്ടിൽ പോവാൻ പറഞ്ഞു. അതുകൊണ്ട് അവര് പോണ്. അതെന്താ അങ്ങനെ പറയാൻ പോയാ? ഏമ്മാ ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയാ? അങ്ങനെ പറഞ്ഞാ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് നിൽക്കുമ്പോ അവർക്ക് സങ്കടം വരൂലേ? സങ്കടം വരോ ഇല്ലേ? നിങ്ങൾ പറ. മൈക്കൊണ്ടാ നോക്കിയത്? മൈക്ക് മറന്ന്. ഇന്നലെ ഞങ്ങള് വീട്ടിലിരുന്ന് ഇന്നലെ രാത്രി അമ്മ മിനിഞ്ഞാന്നാണ് വന്ന 1-ാം തീയതി അന്ന്. അപ്പൊ അമ്മയും ശോഭന അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ചേട്ടന് വയ്യായ്ക ഉണ്ടായി, ഡോക്ടറെ കാണാൻ പോണോണ്ട് നമ്മൾ പോയപ്പോ പിള്ളേരെയും കൊണ്ടുപോയി. അങ്ങനെ പോയ സമയത്ത് നമ്മൾ തിരിച്ചു വരാൻ താമസമല്ല. അപ്പൊ അമ്മയ്ക്ക് ഫുഡ് നേരത്തെ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, തിരിച്ചു പറഞ്ഞ വഴിക്ക് താമസിക്കുന്നു മനസ്സിലായപ്പോ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞ് അമ്മ ശോഭനമ്മയ്ക്ക് ആഹാരം കൊടുക്കുക. അപ്പൊ ഇന്നലെ ഇറച്ചിക്കറിയായിരുന്നു, ചിക്കൻ ആയിരുന്നോണ്ട് വിഴുവിഴുപ്പ് കാണുമല്ലോ, ചോറ് കൊടുക്ക് എന്ന് പറഞ്ഞ് അമ്മ ചോറ് കൊടുത്തിട്ട് പാത്രം കഴുകിയില്ല. പാത്രം കഴുകാത്തോണ്ട് എന്ത് ചെയ്ത്, അവര് പറഞ്ഞ് പാത്രം കഴുകാൻ പറഞ്ഞു. അപ്പൊ അറിയാല്ല, നമ്മളോട് ആരെങ്കിലും ആജ്ഞാപിച്ചാൽ നമുക്കത് പിടിക്കൂല. അങ്ങനെ പാത്രം കഴുകാൻ പറഞ്ഞതിന് ദേഷ്യപ്പെട്ട് കുറെ പറഞ്ഞു അല്ലേ? കുറെ അളവില്ലാതെ ഇവര് ചാമ്പലില്ലേ പാത്രം കഴുകുള്ളൂ. അപ്പം മഴ വേണല്ല, സാധാരണ ചെയ്യണത് അമ്മ ചാമ്പല് കഴുകിക്കൊണ്ടുവരും, ഞാൻ അകത്ത് വിമ്മില് കഴുകും. ഞാൻ സോപ്പിട്ട് അപ്പൊ ഞാനില്ലെങ്കിൽ കഴിവലും പിടിക്കലൊന്നും ഇല്ല. അങ്ങനെ ആ ദേഷ്യത്തില് എന്തൊക്കെയോ പറഞ്ഞ്. അപ്പൊ അമ്മ ഇന്ന് പോവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അത് വേറൊരു സത്യം. അപ്പൊ അമ്മ പറഞ്ഞ് അങ്ങനെ പറഞ്ഞോണ്ട് പോണെന്ന് പറഞ്ഞാണ് ഈ വിഷമം, പ്രതിഷേധം. പറഞ്ഞു നിങ്ങളിന്ന് പോണ്ട, പോയിട്ട് നാളെ വരാം. പോയിട്ട് നാളെ വരാന്ന്. എന്നെ വഴക്ക് പറയുമോ? ഇനി ഒന്നും പറയില്ല. സത്യമാണല്ലേ? അന്ന് പറഞ്ഞു നിങ്ങളെന്ന് വിഷമിക്കില്ല. വണ്ടിക്കകത്ത് വെക്കാം. 3 തേങ്ങ മതിയല്ലേ അമ്മ? അല്ലേ 3 കൊടുത്താൽ മതിയല്ല? കൂടുതൽ കൊടുക്കണോ? 5 കൊടുക്കും. 5 കൊടുക്കാം. വണ്ടിക്കകത്ത് വെക്കാൻ പറ്റൂല അമ്മ, പിന്നെ കൊടുക്കാം. പൊങ്കാല ഇട്ട് കൊടുത്തു വിടാ കേട്ടാ. തീ വെളി കത്തനാട്. അത് ചിരട്ട ഇട്ടിരിക്കണമ്മ, ചിരട്ട. എന്ന് പൊങ്കാല? 23-ാം തീയതി. അത് കൊണ്ടുവന്ന് പോന്നാതിയാ. അയ്യോ കുരുമുളക് പറിച്ചില്ല. കുരുമുളക് ഞാൻ വരുമ്പോ പറിച്ചോണ്ട് വരാം. നമ്മള് കുരുമുളക് പറിക്കാം അല്ലേ അമ്മ? വാ, വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഇട്ടപ്പോ. ആ തേങ്ങ കഴിഞ്ഞടമ്മ മരുന്നും കൂടെ അതിനകത്ത് പോയി, ഇന്നത്തേക്കുള്ള മരുന്നുണ്ട്. അയ്യോ ഭഗവാനെ, അവര് പറഞ്ഞോണ്ട് പോണേ പണേനെ അവര് പറഞ്ഞോണ്ട് ആഴ്ചയാണ്. ഇനി കൊണ്ടുവാ അമ്മ, കൊണ്ടുവാ. പറഞ്ഞ അവര് പോവാണ് ശരിയാണോ? പറഞ്ഞുകൊണ്ട് പോവാണ് ശരിയാണോ? അമ്മ അത് പറഞ്ഞോണ്ടൊന്നും അല്ല, അവര് പോവായിരുന്നെന്ന്. ഇന്ന് പോവായിരുന്നു. ഇത് വെളിയിൽ വെക്കാൻ എല്ലാം കൂടെ പറ്റുമെന്ന് തോന്നുന്നു. അടയ്ക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ടിൽ ഒരു സഞ്ചി വെച്ചിട്ടേ അതിൽ വെക്കാം. അവരിന്ന് പോവാൻ വേണ്ടി ഇരുന്നതമ്മ, പോവാൻ വേണ്ടിയേ ഇരിക്കുകയായിരുന്നു. മരുന്നാ? അല്ല, നമ്മള് നനഞ്ഞ എവിടെയെങ്കിലും കയറി നിക്കാം, അല്ലാണ്ട് മഴ നനഞ്ഞോണ്ട് പോവാൻ പറ്റുമോ? മഴയും പെയ്യണല്ലേ? മഴ തോന്നിട്ട് പോവാൻ പറ്റേ. അതുപോലെ നിക്കാൻ നേരമില്ല. ഇവരെ കൊണ്ട് ആക്കിയിട്ട് എനിക്ക് വന്നിട്ട് ഇവിടെ ജോലികളൊക്കെ ഇല്ലേ? ഇല്ലേ ജോലി ഇല്ലേ? അതവിടെ നല്ല ചക്ക കേട്ടാ. ഇത് നമ്മൾ ഇന്നലെ
അതില് മുണ്ടപ്ലാവിലെ ചക്കയാണ് കേട്ടാ. അയ്യോ എന്തോന്ന് ടേസ്റ്റ് പച്ച തിന്നാ. ഞാൻ പച്ച തിന്ന് ഒരു രക്ഷയില്ല. എനിക്ക് വേണ്ടേ. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു ഇതൊരു ടേസ്റ്റ്. ഞാനിത് അമ്മയ്ക്കുള്ളത് അമ്മ അരിഞ്ഞ് ഇന്നലെ വെച്ചായിരുന്നേ. ഇന്നലെ അടുത്ത ചക്കേന്ന് അരിഞ്ഞ് വെച്ച്. ഇത് ഞാൻ പിന്നെ എന്റെ അപ്പച്ചിയുടെ വീട്ടില് കൊടുക്കാനായിട്ടാണ് ഈ ചക്ക കൊണ്ടുപോകണം. അവളുടെ ചേച്ചി എപ്പോഴും ചക്ക ഉണ്ടോ ചക്ക ഉണ്ടാന്ന് ചോദിക്കും വിളിക്കുമ്പോ. കൊള്ളൂലേ? നല്ല മഴ കുറയ്ക്കുമ്പോ ഞാൻ പോയി ഹെൽമെറ്റ് ഒക്കെ എടുത്തോട്ടെ. അപ്പൊ അമ്മ പോവാണ്. ടാറ്റാ ബൈ. വരെയാണ് കേട്ടോ യാത്ര. വീണ്ടും മഴ പെയ്തതിനിടയ്ക്ക് ഇവിടെ മഴ പെയ്തോണ്ട് പിന്നെ വീണ്ടും നമ്മൾ കയറി നിൽക്കേണ്ടി വന്നേ. അപ്പം മണി 10:30 പോണേ. പോയിട്ട് വരാം കേട്ടോ. സങ്കടം വന്ന ശോഭന ഇതങ്ങ് പോയി കരയണ്ട. പോണോ? ഓ പോണ്. ഇത് നിങ്ങൾക്കല്ല, അവർക്ക് കൊണ്ടുപോകാൻ പഠിച്ചമ്മേ. എന്ന് വരണേ? വരണേ. ഓ വരാം. വരണേ. ഇപ്പൊ ഇവിടെ വയ്ക്കുന്നു. പോയിട്ട് വരട്ടെ. വരുമ്പോ എന്നെ വഴക്കൊന്നും പറയല്ലേ. നിങ്ങൾക്ക് ഒരു പാത്രം കഴുകി കൊടുത്താൽ തീരാന്നുള്ള പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അല്ലേ അവര് കഴിവിരുന്നെങ്കിൽ പ്രശ്നം അങ്ങ് തീരൂലായിരുന്ന അല്ലേ? അല്ലേ? അന്നേരം ചാമ്പലില്ലായിരുന്നു. ഇപ്പൊ ഇത് കാണുന്നത് നിങ്ങൾക്ക് വിചാരിച്ച് തോന്നാം ചിഞ്ചട്ടിയിലും എല്ലായിരുന്നു. ആ പിടിക്കപ്പറ്റൂല. ഒരു പാത്രം കഴുകി കൊടുത്താൽ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇപ്പം പാത്രം കഴുകിയാലും പാത്രം കഴുകിയില്ലെങ്കിലും അമ്മയ്ക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അമ്മ അവരുമായിട്ട് ഇടയും. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് മോനുമായിട്ട് വഴക്കുണ്ടാവുന്നത്? അത് ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ അമ്മയുടെ പാത്രം ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയോട് കഴുകാൻ പറയില്ല. അതിന്റെ ആവശ്യകതയും ഇല്ല. ഞാൻ നോക്കുന്നത് എൻ്റെ ഭർത്താവിന്റെ അമ്മയായതുകൊണ്ട്, മരുമകളായതുകൊണ്ട് അതെന്റെ കടമ, അതിന്റെ ഉത്തരവാദിത്തം. ഈവൻ എൻ്റെ മക്കളാണെങ്കിൽ പോലും അമ്മയുടെ കാര്യം നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ മക്കൾ, എൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ നമ്മളൊരു കൺസേൺ, ഇപ്പൊ ഞാനൊരു 5 ദിവസം ഇല്ലാണ്ട് വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളും അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മാതൃകയാക്കുന്നു അതേ നാളെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശീലിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒക്കെ പറയാം, വയ്യാത്ത അമ്മയല്ലേ, ഒന്ന് പാത്രം കഴുകി കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ വയ്യാത്ത അമ്മയായാലും ആകുന്ന അമ്മയായാലും ഈ അമ്മയുടെ കാര്യം എൻ്റെ അമ്മ നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ അമ്മയുടെ കാര്യം ഈ അമ്മയെ നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കാനാണ് നമ്മൾ മക്കളുള്ളത്. അപ്പൊ ഞാനില്ലാത്ത സമയത്ത് ഞാൻ കൊടുക്കുന്ന എല്ലാ പരിഗണനയും എൻ്റെ അമ്മ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ അമ്മ, ഈവൻ എൻ്റെ ഭർത്താവിനോട് പോലും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല. ഞാനില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ അമ്മയ്ക്ക് ചോറ് കോരി വെച്ച് അത് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗുളിക കൊടുത്തിട്ട്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ 5 ദിവസം ആശുപത്രിയിലായി പോയാൽ മാത്രമാണ് ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ചെയ്യുന്നത്. അത് ചേട്ടനല്ല, എൻ്റെ അമ്മ തന്നെയാണ് ചെയ്യണത്. ഞാൻ ഇല്ലാണ്ട് വന്നാൽ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും, അത് കൃത്യമായിട്ട് ചെയ്യും. ഗുളിക മാത്രം ചേട്ടൻ എടുത്തു കൊടുക്കും. കാര്യം ഗുളിക എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നന്ദൻ എടുത്തു കൊടുക്കും. ചേട്ടൻ ഇല്ലെങ്കിൽ നന്ദ എടുത്തു കൊടുക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവര് തമ്മിലുള്ള വഴക്കിന്റെ കാര്യം ബോധേഡിങ് അല്ല, ഞാനത് കാര്യമാക്കാറേ ഇല്ല. അമ്മ എപ്പോ ഈവൻ പാത്രം കഴിപ്പ് ശോഭന, അല്ലെങ്കിൽ തൂത്തുവാരി ശോഭന, ചവറ് വർക്ക് ശോഭന എന്ന് പറഞ്ഞാലൊന്നും അമ്മ കേൾക്കൂല. അമ്മ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന പോലെ വേറെ ആര് പറഞ്ഞാൽ അനുസരിക്കത്തൂല. അതുകൊണ്ടുള്ള ഇതാണ്. അതുകൊണ്ട് അമ്മയായിട്ട് പിണങ്ങി പോണല്ല. അമ്മ ആക്ച്വലി ഇന്ന് പോകാൻ വേണ്ടി ഇരുന്ന് തന്നെയാണ്. അപ്പൊ ഇവര് ഇന്നലെ അങ്ങനെ പറഞ്ഞും പോയി. അപ്പൊ അമ്മ വിചാരിച്ചാൽ അതിന്റെ ഭാഗമായിട്ട് പോണത്. ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. മഴ പൊഴിഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം ടാറ്റ, പോയിട്ട് വരാം. ആ പെണ്ണ് വരാറായില്ലേതു. ഇത്തിരി നേരമായി. വരാറായില്ലേതു. അവള് വരാറായില്ലേതു.
ഇപ്പം വരുമോ തൂ ഇനി ആ പെണ്ണ് 12 മണി ആയിട്ട് വരുവുള്ളൂ. ആ പെണ്ണ് പറയില്ലേതു ഇത്രയും നേരമായിട്ടും കണ്ടില്ല. എന്നും ഇങ്ങനെ ഇപ്പന് അല്ലെങ്കിൽ പെയ്യാലും ഇങ്ങനെയാണ്. പെണ്ണ് ഇന്ന ഇവിടെ ഒക്കെ കറങ്ങിപ്പോണ്ട്. മഴയും പെയ്യുന്നു. ആ പെണ്ണ് എന്നും ഇങ്ങനെയാണ്. മഴയും പോയി പൊടി കൊറേ കഴിഞ്ഞു. നീ ഇപ്പൊ വന്നുള്ള നെറ്റ് കണക്കന്നെ. നല്ല വൃത്തിയുണ്ടല്ലേ ഇതുപോലെ വൃത്തിയുള്ള തുണിയൊക്കെ എടുത്തിടണം കേട്ടാ. അല്ലാണ്ട് ആ അഴുക്ക തുണിയൊന്നും എടുത്തിടരുത്. ഇപ്പൊ നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. ഇതെടുത്തിട്ട് നാളെ മറ്റേ കഴിയിട്ട് കൊണ്ടാക്കിയ കൊണ്ടാക്കി നല്ല മഴയായിരുന്നു പോണ മുഴുവൻ. പിടിച്ചാണ് അവിടെ. ഓ ഭയങ്കര മഴയായിരുന്നു. അവര് പയ്യല് സന്തോഷായ അവര് പയ്യല് സന്തോഷായ. അപ്പൊ നേരത്തെ കാണിച്ച പ്രകടനമൊക്കെ അവര് പയ്യല് അതേ നമ്മ നേരത്തെ കാണിച്ച പ്രകടനമൊക്കെ അഭിനയം. അവര് പയ്യല്. ശോഭനയുടെ വിവിധ തരം കാഴ്ചകൾ നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ. അവര് പയ്യല് ഭാവങ്ങൾ. അവര് പയ്യല് പോയി ഇതെന്തിനാ വെട്ടപ്പെട്ട് അമ്മ പോയതിന്റെ സന്തോഷമാണാ തന്നെ. പൊന്നോ ഞാൻ കരിയരി പൊട്ട് അവിടെ കിട്ട്. ഇത്രയും ദിവസം ഒരുങ്ങാതെ വരുന്ന എന്റെ അമ്മ പോയപ്പോ ഒരുങ്ങി. ആനന്ദം. ഓ ഇതെന്തരി പെണ്ണേ. ഇത് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന ചെടി. ഇതെന്തരി ഇത് എത്ര ഇവിടെ നട്ടാലും പൊടിക്കണില്ലെന്നേ. അതുകൊണ്ട് ഞാൻ കാനത്ത് നക്കാ കൊണ്ടുവരണം. അങ്ങനെ വിട്ടാ കൊള്ളൂല. ഇതൊരു ചെടിയമ്മ. ഇവിടെ നട്ടാ പൊടിക്കൂല. ഇതിവിടെ നട്ട പൊടിക്കില്ല. അത് തന്നെ. പക്ഷെ അത് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നേന്ന്. നിങ്ങളമ്മോ ഒരു വെട്ടി ഇതിന്റെ ഒരു കമ്പിന അതോടെ പോയി. നിങ്ങളമ്മോ ഏതെങ്കിലും ഒരു ചെടി തൊട്ടാ മിച്ചം വരൂ. ഐശ്വര്യം ഇല്ലല്ലേ. ഐശ്വര്യമില്ല. ഇരണയില്ലല്ലേ. നിങ്ങൾ പ്രസവിച്ച മോനല്ലേ ഇരണയില്ലാത്ത മോനെ പ്രസവിച്ച തന്നെ. ഇത് കൊള്ളാം. ചെടി കുഴപ്പമില്ല. നിങ്ങളെ മോൻ വെട്ടിക്കളഞ്ഞോണ്ടത് പെട്ടുപോയാ. ഓ അവന് അങ്ങനെ തന്നെ ഐശ്വര്യമൊന്നുമില്ല. ഇല്ലല്ലേ. കാണാനും കൊള്ളൂലല്ലേ. നിങ്ങളെ പോലെ ഇരിക്കണ കാണാൻ പക്ഷെ കൊള്ളൂല. നിങ്ങളും കൊള്ളാമോ? നിങ്ങൾ കാണാൻ കൊള്ളാമോ? കൊള്ളാമോ? പക്ഷെ നിങ്ങളെ ഇപ്പൊ കുളിച്ചപ്പം പിന്നെ എന്നും കുളിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? എങ്കിൽ പിന്നെ എന്നും കുളിച്ചാ വൃത്തിയാവൂല്ലോ. കുളിച്ചും കൊണ്ട്. ശരി എന്നാ ഞാൻ പോണ അകത്ത് കയറുന്നു. അവിടെ അമ്മ പോയി സന്തോഷായി.